സർ, വളരെ രസകരമായ ഒരു ഓപ്പറേഷൻ നമ്മുടെ സംസ്ഥാനത്ത് പിണറായി സർക്കാർ നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ ഷൈലോക്ക് എന്നാണ് പേര്. ആ പേര് കേട്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വാർത്ത നോക്കിയപ്പോൾ ഈ കൊള്ളപ്പലിശക്കാരെയൊക്കെ പൂട്ടാനുള്ള ഒരു നടപടിയാണ്. വളരെ നല്ല കാര്യമെന്ന് ഞാൻ കരുതി. പക്ഷേ പിടിയിലായിരിക്കുന്നത് ഒരു CITU നേതാവാണ്. അപ്പോൾ ഈ കൊളത്താനായിട്ട് പൂട്ടാൻ ഇറങ്ങുമ്പോൾ ഇവരുടെ വകയിലുള്ള ആളുകൾ തന്നെ, അതായത് പിണറായി സർക്കാരിൻ്റെ ചെലവിൽ നടക്കുന്ന ആളുകൾ തന്നെ പൂട്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥിരം ഒരു ഡയലോഗുണ്ട്. പിണറായി കാണിക്കുന്നത് എന്താണോ അത് തന്നെയാണ് അങ്ങ് വാലറ്റം വരെയുള്ളവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓരോരോ ഭാഗമായിട്ട് താഴേക്കിടയുള്ളവരും കാണിക്കുന്നു, ആ മേൽക്കോയ്മ കാണിക്കുന്നു. ഇവർക്ക് എന്തും കാണിക്കാം, ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പിണറായി ഭരണം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയല്ലേ സർ കാര്യങ്ങൾ? അല്ല, യഥാർത്ഥത്തിൽ ഈ ഇത്തരം ഓപ്പറേഷൻ, ഓപ്പറേഷൻ കുബേര അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞ ഓപ്പറേഷൻ, ഇതുകൊണ്ടൊക്കെ പോലീസ് യഥാർത്ഥത്തിൽ വലിയ വിമർശനങ്ങൾ പോലീസിന്റെ പുറത്തുണ്ടാകുമ്പോൾ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം കസ്റ്റഡി മർദ്ദനങ്ങളാണ്. കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു നീണ്ട എപ്പിസോഡുകൾ, അതായത് പലരും വന്ന വളരെ കൃത്യമായി, അതായത് വെറും ആരോപണങ്ങൾ മാത്രമല്ല, വളരെ കൃത്യമായി കാര്യങ്ങൾ വളരെ സ്പഷ്ടമായി പറയുന്നത് പലതും അടിസ്ഥാനമുള്ളതാണ്. അത് കൺവിക്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും, സർവീസിൽ ലോ ആൻഡ് ഓർഡർ വെച്ചേക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പറ്റിയും, ഫോഴ്സിൽ തന്നെ പിരിച്ചുവിടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ തിരിച്ചെടുത്തതിനെ പറ്റിയും, പിന്നെ മർദ്ദനമേറ്റ ആളുകളുടെ മൊഴികളടക്കം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സന്ദർഭത്തിൽ പോലീസിൻ്റെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടപ്പോൾ സർക്കാരല്ല ഇതിനകത്ത്, പോലീസ് തന്നെ, ഇതിനകത്ത് ഈ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണതലത്തിൽ നിന്നുമല്ല, പോലീസ് സേനയിൽ തന്നെ ഇതിൽ നിന്നൊരു ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു തന്ത്രമാണെന്നാണ് എനിക്ക് ഇത് പ്രഥമ ദൃഷ്ടിയാ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ തോന്നുന്നത്. കാരണം ഇപ്പം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ, ഇപ്പോഴെന്നല്ല, ആദ്യ പിണറായി സർക്കാർ കഴിഞ്ഞ് രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വിമർശനം ഇപ്പം ഭക്ഷ്യ വകുപ്പിനെക്കാട്ടിലോ, വിദ്യാഭ്യാസ വകുപ്പിനെക്കാട്ടിലോ, പൊതുമരാമത്ത് വകുപ്പിനെക്കാട്ടിലോ, ഇവൻ എന്നും വിമർശനം ഉണ്ടാകുന്നൊരു വകുപ്പാണ് എക്സൈസ് വകുപ്പ്. എക്സൈസ് വകുപ്പിനെ സംബന്ധിച്ച് ഏത് എക്സൈസ് മന്ത്രിമാർ, ഇപ്പം രഘുചന്ദ്രപാല് എക്സൈസ് മിനിസ്റ്ററായിരുന്ന കാലത്തും പിന്നെ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ മുമ്പുള്ള UDF കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് K. ബാബു എക്സൈസ് മിനിസ്റ്ററായിരുന്ന സമയത്തും ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഏറ്റവും കൂടുതൽ വിമർശനം സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആഭ്യന്തര വകുപ്പിനെ പറ്റിയാണ്. അപ്പം ഇതിൻ്റെ ലക്ഷ്യം പോലീസ് സേനയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള കടുത്ത ജനരോഷത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി റേഞ്ച് അടിസ്ഥാനത്തിൽ ഇതുപോലുള്ള പല പദ്ധതികളും നമുക്കിനി പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ എന്തുകൊണ്ട്, ഇപ്പോൾ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, എന്തുകൊണ്ടൊരു CPM നേതാവ് അല്ലെങ്കിൽ CITU നേതാവിനെ ഇതിനകത്ത് അല്ലെങ്കിൽ പെടുത്തിയെന്നും പറയാം, പെട്ടെന്നും പറയാം. പെട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ളവരൊക്കെ ഇതിൻ്റെ പങ്ക് കൊടുക്കും. ഇപ്പം നമുക്കറിയാം, ഇപ്പം പിന്നെ ഒരു ഭരണകക്ഷി, അത് കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ, ഈ ഭരണമുന്നണിയിൽപ്പെട്ടവരാരും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ നടത്തുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അതിനകത്ത് പോലീസിനൊരു കൈമടക്കം കൊടുക്കത്തില്ല. ഇപ്പം രമേശ് ചെന്നിത്തലയുടെ കാലത്ത് ഉണ്ടാക്കിയൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ കുബേരയ്ക്ക് അത് കോൺഗ്രസുമായിട്ട് ബന്ധമുള്ള ഒരാളിനെ പോലും അന്ന് പിടിച്ചിട്ടില്ല. ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന സമയത്ത് വൻകിട പണമിടപാടുകാരെയും കൊള്ളപ്പലിശക്കാരെയും അല്ല പിടിച്ചത്, ചെറുകിട പോലീസിന് ദൈനംദിനമായി പണം കൊടുക്കാത്ത, അല്ലെങ്കിൽ ഇതിൻ്റെ പങ്ക് കൊടുക്കാത്ത ആളുകളെയാണ് ബഹുഭൂരിപക്ഷവും കൊടുത്തത്. അല്ലെങ്കിൽ പോലീസുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ളവരെയാണ് കൂടുതലായിട്ട് കൊടുത്തത്. ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ ഷൈലോക്ക് അല്ലേ, അതിനകത്തിൽ പോലും യഥാർത്ഥത്തിൽ പിടിക്കപ്പെടാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് വൻകിട പണം കൊള്ളപ്പലിശ കൊടുക്കുന്ന സംഘങ്ങളായിരിക്കില്ല പിടിക്കപ്പെടുന്നത്. അപ്പം നമുക്കറിയാം, ലഹരിയുടെ റെയ്ഡ് നടക്കുമ്പോൾ സംസ്ഥാനത്ത് പിടിക്കുന്നത് ആരെയാണ്? അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള അവരുടെ ലയങ്ങളിൽ പോയി 5 ഗ്രാം 10 ഗ്രാം ഉള്ള കഞ്ചാവ് പിടിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിൽ പോയി
അവിടെ വിൽക്കുന്ന ചുരുട്ടോ അവിടെ വിൽക്കുന്ന പാൻപരാഗോ അല്ലെങ്കിൽ അതുപോലുള്ള ലഹരികൾ പിടിക്കും. ലഹരി പിന്നെ ലഹരിയും കൊള്ളപ്പലിശയും അല്ലെങ്കിൽ അതുപോലുള്ള പല നമ്മുടെ ക്രമസമാധാന പാലനത്തെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ അന്തസ്സിനെ ബാധിക്കുന്ന പല കാര്യങ്ങളിലും പോലീസ് മിഷനറി എഫക്റ്റീവായിട്ടല്ല ഇടപെടുന്നത്. ഈ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് പിന്നെ ഇതുപോലുള്ള പല പദ്ധതികളുമായിട്ട് ഇനിയും പല എറണാകുളം റേഞ്ചിൽ ഇപ്പോൾ ഇത് വന്നു എന്ന് പറഞ്ഞു. ഇനി തിരുവനന്തപുരം റേഞ്ചിൽ അടുത്ത, അതായത് പഴയ കുപ്പിയിലെ വീഞ്ഞ് പുതിയ കുപ്പിയിലേക്ക് ഇത്തരത്തിൽ പലതരത്തിൽ ഇതിനെ നിറച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പലതരത്തിലുള്ള തട്ടിപ്പുകളുമായിട്ട് വരും. സാർ ഇപ്പൊ പറഞ്ഞതിൽ ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാം. കാരണം പലതും മറച്ചു വെക്കാനായിട്ട് പുതിയൊരു പരിപാടിയുമായിട്ട് സാർ പറഞ്ഞു. അല്ല, ഇന്നിപ്പോൾ രാവിലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൊച്ചി കോർപ്പറേഷനിലെ ഒരു കൗൺസിലറായിരുന്ന ഒരു സ്ത്രീ, ഒരു വനിതാ നേതാവിൻ്റെ മകൻ അവരെ കുത്തി. ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിപ്പോൾ കൊച്ചി കോർപ്പറേഷനിലെ കൗൺസിലർ ആയതുകൊണ്ടും അവരിവിടെ അറിയപ്പെടുന്ന ആളായതുകൊണ്ടുമാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത്. കേരളത്തിലെ പല വീടുകളിലും ഇപ്പം അടുത്ത സമയത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ഒരു മകൻ അമ്മയെ ബലാത്സംഗം ചെയ്ത സംഭവം ഉണ്ടായി. അപ്പം ഇത് ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല, ഇത് പുറത്തു വരുന്നത് വളരെ ചുരുങ്ങിയ, റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ട ഒരു 100 കേസ് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടിടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 10-15 കേസുകൾ മാത്രമാണ്. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, പോലീസിന് ഇപ്പം പോലീസിൻ്റെ പണ്ട് ഇപ്പോൾ അത് സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുമല്ല, പക്ഷേ കേരളത്തിൽ ഇത്രയും കാലമുള്ള ഇത്രയും കാലത്തെ കെ കരുണാകരന് അല്ലെങ്കിൽ ഓരോ സർക്കാരുകളും വയലാർ രവി ആഭ്യന്തരമന്ത്രിയായിരുന്നു, കെ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പല ആഭ്യന്തരമന്ത്രിമാരുടെയും കാലഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനകത്ത് പിണറായി വിജയനെ കുറ്റം പറയാൻ പൂർണ്ണമായും പറ്റത്തില്ല. കാരണം എന്തുകൊണ്ടോ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ എന്നുള്ള നിലയിൽ, ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ജനത്തെ ചേർത്ത് നിർത്തുന്ന, ജനങ്ങളുടെ കണ്ണീരൊപ്പുന്ന ഒരു, നമ്മൾ എന്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പറ്റി ഏതൊക്കെ സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകന്മാരോ വിമർശകരോ വിമർശനം പറയുമ്പോഴും എപ്പോഴും ഒരു ജനപക്ഷം എന്നുള്ള കാഴ്ചപ്പാട് ഈ സർക്കാർ പണ്ടുപോലെ ഇടതുപക്ഷ സർക്കാരുകൾക്കുണ്ട്. പക്ഷേ ഇപ്പോഴതില്ല. അല്ല, പുകമറയല്ല, ഒരു കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരം ഭരിക്കുമ്പോൾ പോലും ഇങ്ങനെയായിരുന്നില്ല സ്ഥിതി. അപ്പോൾ പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആഭ്യന്തര വകുപ്പിൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണം സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതൃത്വത്തിന് പൂർണ്ണമായിട്ടില്ല. ഇപ്പം സംസ്ഥാന പോലീസ് ചീഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോലും അദ്ദേഹം പോലും ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിലല്ല അദ്ദേഹം ഈ കാര്യത്തിൽ ഇടപെടുന്നത്. പണ്ടത്തെ സംസ്ഥാന പോലീസ് ചീഫുമാർ ഒരു വിഷയത്തിൽ ഇടപെടുന്നതും ഇപ്പോഴത്തെ, കാരണം അവരെ ചില ബാഹ്യശക്തികൾ പുറമോട്ട് വലിക്കുന്നുണ്ട്. ഒരു സ്വതന്ത്രമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ, അല്ലെങ്കിൽ സ്വതന്ത്രമായ ഒരു തീരുമാനമെടുക്കുവാൻ സംസ്ഥാന പോലീസിൻ്റെ ചീഫ്, അതായത് പഴയ DGP എന്ന് പറയുന്ന പോസ്റ്റ്, ഇപ്പോഴത്തെ സംസ്ഥാന പോലീസ് ചീഫ്, അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇതിനകത്തിൽ ഈ പറയുന്ന കൊച്ചി റേഞ്ചിൽ തുടങ്ങിയിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ ഓപ്പറേഷൻ ഷൈലോക്കിനെ നമുക്ക് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ പേര് മനോഹരമാണെങ്കിലും ഇത് നടപ്പിൽ വരുത്തുമ്പോൾ പലപ്പോഴും ഇതിൻ്റെ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തില്ല. ഇതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കൊള്ളപ്പലിശക്കാരെയും വ്യാപകമായി പലിശ ഈടാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടി. നമുക്ക് തന്നെ അറിയാം. ഇവിടുത്തെ ഈ കേരളത്തിൽ അടുത്ത സമയത്തായിട്ട് ഏറ്റവും വലിയ കൂടിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ. ഇപ്പം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ സുന്ദരം പോലുള്ള, അല്ലെങ്കിൽ ചോളമണ്ഡലം അത് കൂടി ചേർത്ത് ചോദിക്കാൻ തോന്നുന്നു സാറിനോട്. മൈക്രോ ഫിനാൻസിങ് സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ സ്ഥാപനങ്ങൾ മാത്രമല്ല, അതായത് ചെറുകിട കമ്പനികളായി ഇപ്പം മുത്തൂറ്റോ അല്ലെങ്കിൽ മറ്റു ബാങ്കുകളോ അല്ലാത്ത തമിഴ്നാട് കേന്ദ്രീകരിച്ച്, ചെന്നൈ കേന്ദ്രീകരിച്ചും മുംബൈ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ചില ഫിനാൻസിങ് കമ്പനികൾ, വലിയ ബോർഡുകളുമായിട്ടിരിക്കുന്ന, വലിയ പരസ്യങ്ങൾ മുടക്കുന്ന കമ്പനികൾ, യഥാർത്ഥത്തിൽ അവർ നടത്തുന്നത് കൊള്ള ഇടപാടുകളാണ് നടത്തുന്നത്. ഇത് കേരളത്തിലെ പോലീസിലെ പല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ പങ്ക് പറ്റുന്നവരാണ്. ഇപ്പോൾ വാഹന പലിശ കൊടുക്കുമ്പോൾ ആ പലിശയല്ല അവർ ഈടാക്കിയെടുക്കുന്നത്. പിന്നെ പലപ്പോഴും ആളുകൾക്ക് ഇത് കൺസ്യൂമർ ഉപഭോക്തൃ കോടതികളിലൊക്കെ പോയി ചോദ്യം ചെയ്യപ്പെടുന്നവരുടെ എണ്ണം പോലും കുറവാണ്. ഇതെല്ലാം പോലീസിൻ്റെ ഭാഗത്തെ ഗുരുതരമായ പിഴവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. ഈ ഓപ്പറേഷൻ ഷൈലോക്ക് യഥാർത്ഥത്തിൽ നല്ല പദ്ധതിയാണെങ്കിൽ പോലും
ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം കേരളത്തിലെ പോലീസിൻ്റെ പ്രതിച്ഛായ മൊത്തത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നടപ്പിലാക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലും, കാരണം ലോ ആൻഡ് ഓർഡർ തസ്തികകളിൽ ഇരിക്കുന്ന മിക്ക ഉദ്യോഗസ്ഥന്മാരും വളരെ കളങ്കിതരാണ്. പോലീസ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പോലീസ് ഇങ്ങനൊന്നും അല്ല പോലീസ്, ഒരു സിനിമയെ പറയത്തില്ലയോ, ഞാൻ ഇങ്ങനൊന്നും അല്ല, ഞാൻ ഇതാണ്, എന്നെ വരട്ടി ഞാൻ നന്നായിക്കൊള്ളും. വേറെ ഡയലോഗ് ഉണ്ടല്ലോ, ഞാൻ ഇവിടെങ്ങും അല്ല, ഞാൻ വേറെ എവിടെയോ ആണ് ഇരിക്കുന്നതെന്ന് പറയുന്നതൊക്കെ. യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഉടനെ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വരും, തൊട്ട് പുറകെ അവരും കൂടെ വരും. വന്നു കഴിയുമ്പോൾ അവർ രണ്ടുപേരുടെ പറയും, അസോസിയേഷനും പറയും ഓഫീസേഴ്സ് അസോസിയേഷനും പറയും കേരളത്തിലെ പോലീസ് എല്ലാം വളരെ നല്ല നിലയിലാണെന്ന് പറയും. ഈ ഓപ്പറേഷൻ ഷൈലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന യാതൊരു തരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല. പണ്ടും ഉണ്ട്, രമേശ് ചെന്നിത്തലയുടെ കാലത്തെ ഓപ്പറേഷൻ കുബേര കൊണ്ടും ഉണ്ടായിട്ടില്ല, ഇപ്പോഴത്തേത് കൊണ്ടും ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.